നമസ്തേ. 16-ാം അധ്യായത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണൻ അർജുനൻ നൽകുന്ന ഉപദേശം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രവിധികൾ അറിഞ്ഞ് അതനുസരിച്ച് നീ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പോൾ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തോടു കൂടിയാണ് അടുത്ത അധ്യായം 17-ാം അധ്യായം തുടങ്ങുന്നത്. 17-ാം അധ്യായത്തിൻ്റെ പേര് ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്നാണ്. ഇതിൽ 28 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ അർജുനൻ ചോദിക്കുന്നത് ശാസ്ത്രവിധിയെ അറിഞ്ഞ് അതനുസരിച്ച് കർമ്മം ചെയ്യണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അർജുനൻ ചോദിക്കുന്നത് ശാസ്ത്രവിധി മാനിക്കാതെ ഒരാൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപാസന ചെയ്താൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ സാത്വികാവസ്ഥയായിരിക്കും അയാൾക്കുള്ളത്, അതോ രാജസാവസ്ഥയായിരിക്കും, അത് താമസാവസ്ഥയായിരിക്കും? ഈ ത്രിഗുണങ്ങളിൽ മൂന്നിൽ ഏത് അവസ്ഥയാണ് അയാൾക്കുണ്ടാകുന്നത്? ഇതാണ് അർജുനന്റെ ചോദ്യം. അർജുനൻ ചോദിക്കുന്നത് ഏ ശാസ്ത്രവിധിം ഉത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാഹ തേഷാം നിഷ്ഠാതുകാ കൃഷ്ണ സത്വമാഹു രജസ്തമഹ. ഇതാണ് ചോദ്യം. അതായത് ശ്രദ്ധയോടുകൂടി യജിക്കണം, ശാസ്ത്രവിധിയെ വിടുന്നു. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രവിധിയെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് അർജുനൻ ചോദിക്കുന്നത്. അതിന് പകരം ശ്രദ്ധയോടുകൂടി ചെയ്യും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ താല്പര്യത്തോടു കൂടി, ഭക്തിയോടുകൂടി. ഭക്തി എന്നുള്ള വാക്കാണ് ശ്രദ്ധ എന്നുള്ളതിന് കൂടുതലും ഈ ഭാഷ്യകാരന്മാർ നൽകുന്ന അർത്ഥം. ഭക്തി, ശ്രദ്ധയോടുകൂടി. നമുക്ക് ശ്രദ്ധ എന്നുള്ള വാക്കിന് ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തോട് തോന്നുന്ന ആത്മാർത്ഥമായിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ വിധേയത്വം, അല്ലെങ്കിൽ ആകർഷണം, ഇതിനെല്ലാം ശ്രദ്ധ എന്ന് പറയാം. നമുക്ക് ശ്രദ്ധ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. ശ്രദ്ധയാന്വിതാഹ, ശ്രദ്ധയോടുകൂടി ഒരാൾ യജിക്കുകയാണെങ്കിൽ അയാൾ ശാസ്ത്രവിധിയെ വിടുന്നു, അത് പാലിക്കുന്ന ഒന്നല്ല, അതൊക്കെ അറിഞ്ഞുകൂടാ. പക്ഷെ അയാൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ യജിക്കൽ നടത്തുന്നത്, യജ്ഞം നടത്തുന്നത്, അത് പ്രാർത്ഥന ഉപാസന നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഉപാസന താമസമാണോ രാജസമാണോ അതോ സാത്വികമാണോ? ഇതാണ് ചോദിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു. ഇപ്പം ഇവിടെ ത്രിഗുണങ്ങളെയും അതുപോലെ തന്നെ ശ്രദ്ധയെയും ബന്ധപ്പെടുത്തി അർജുനൻ ചോദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നു, ശ്രദ്ധ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ശ്രദ്ധകളുണ്ട്. അത് മൂന്നും ഈ ത്രിഗുണങ്ങളെ ആസ്പദമാക്കിയാണ്. പക്ഷെ മൂന്നും ഉണ്ടാകുന്നത് അയാളുടെ ജന്മന ഉള്ള സവിശേഷതകളുടെ അടിസ്ഥാനം, പ്രകൃതി അനുസരിച്ച്, അയാളുടെ പ്രകൃതി അനുസരിച്ചാണ് അയാളുടെ ശ്രദ്ധ രൂപപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അയാളിലുള്ള ഗുണാനുപാതത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. ഓരോരുത്തർക്കും ഒരു യുണീക്കായിട്ടുള്ള ഗുണാനുപാതമുണ്ട്. അതനുസരിച്ചാണ് അയാളുടെ ഒരു കാര്യങ്ങളെല്ലാം, അയാൾ ചെയ്യുന്ന കർമ്മവും അയാളുടെ ചിന്തകളും എല്ലാം തീരുമാനിക്കപ്പെടുന്ന അയാളുടെ ഇവിടെ പറഞ്ഞ ശ്രദ്ധയും തീരുമാനിക്കും. അയാളുടെ ഓരോ വിഷയങ്ങളോടുള്ള അയാളുടെ താല്പര്യം, ഓരോ വിഷയങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾക്ക് പുസ്തകം ഇരിക്കുന്നിടത്ത് ചില ആളുകൾ പോവും, ചില ആളുകൾ സംഗീതം, അതായത് പാട്ട് പാടുന്നുണ്ടോ അങ്ങനെയുള്ള സ്റ്റേജുകളുടെ അടുത്തേക്കായിരിക്കും വന്ന്, മറ്റു ചിലർ ഈ കായിക പരിപാടികൾ നടക്കുന്നിടത്തേക്ക് പോകും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അതാണ് വാസ്തവത്തിൽ ശ്രദ്ധ. ആ ശ്രദ്ധ കണ്ടാൽ നമുക്കറിയാം ഓരോരുത്തർ എന്ത് തരം മനുഷ്യരാണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇനി 2 ശ്ലോകങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ പറയുന്നു, ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസീ ചൈവ താമസീ ചെയ്തി താം ശൃണു. ഞാൻ പറഞ്ഞുതരാം, നീ അത് കേട്ടു. എന്തൊക്കെയാണ്? 3 തരത്തിലുള്ള ശ്രദ്ധകളുണ്ട്. 3 തരത്തിൽ. അത് ദേഹികൾക്ക്, അത് മനുഷ്യർക്ക് 3 തരത്തിലുള്ള ശ്രദ്ധയുണ്ട്. അത് സ്വഭാവജമാണ്. അതായത് അവൻ്റെ പ്രകൃതിയാൽ തന്നെ അവന് കിട്ടുന്നതാണത്. അങ്ങനെ ഏതൊക്കെയാണ് ആ 3 എണ്ണം? സാത്വികമായ ശ്രദ്ധ, രാജസമായ ശ്രദ്ധ,
അതുപോലെ തന്നെ താമസമായ ശ്രദ്ധ. അതായത് 3 ഗുണാനുപാതങ്ങൾ ഉണ്ടെങ്കിൽ സത്വ ഗുണപ്രധാനനായിട്ടുള്ളവന് സാത്വികമായിട്ടുള്ള ശ്രദ്ധയാണ് ഉണ്ടാവുക. രജോ ഗുണപ്രധാനനായിട്ടുള്ളവന് രാജസമായിട്ടുള്ള ശ്രദ്ധയാണ് ഉണ്ടാവുക. തമോ ഗുണപ്രധാനനായിട്ടുള്ളവൻ താമസമായ ശ്രദ്ധ അവനിൽ ഉണ്ടാകുന്നു. സത്വാനുരൂപാസ, അടുത്ത ശ്ലോകം, അതായത് 17:3, മുമ്പേ പറഞ്ഞത് 17:2 സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യത് ശ്രദ്ധ സ ഏവ സഹ. സത്വാനുരൂപ സർവസ്യ, എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് അവരവരുടെ സത്വത്തിന്, പ്രകൃതിക്കനുസരിച്ചാണ്, അവരുടെ നേച്ചർ അനുസരിച്ചുള്ളതാണ് എല്ലാവർക്കും കിട്ടുന്ന ശ്രദ്ധ. എല്ലാവർക്കും അങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാകുന്നത്. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യത് ശ്രദ്ധ സ ഏവ സഹ. ശ്രദ്ധാമയനാണ് എല്ലാ മനുഷ്യരും, ശ്രദ്ധാമയനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവനെ അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ ശ്രദ്ധ എന്തിലാണെന്ന് നോക്കിയാൽ മതി എന്നർത്ഥം. അതാണ് യോ യത്. ഒരാൾ എന്ത് ശ്രദ്ധയാണോ ഒരാൾക്കുള്ളത് അയാൾ അത് തന്നെയാണ് എന്നുള്ളതാണ്. സാത്വികമായ ശ്രദ്ധയാണെങ്കിൽ സത്വഗുണപ്രധാനനാണെന്ന് ആണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പൊ സത്വഗുണപ്രധാനനായിട്ടുള്ളവൻ എന്താണ് ചെയ്യുന്നത്? അവര് ദേവന്മാരെ യജിക്കും, ദേവന്മാരെ ഉപാസിക്കും. രാജസപ്രധാനനായിട്ടുള്ള യക്ഷരെയും രക്ഷസുകളെയും ഉപാസിക്കും. താമസ ശ്രദ്ധയുള്ളവരോ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയുമാണ് അവർ ഉപാസിക്കുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇവരൊക്കെ ഈ ആസുര നിശ്ചയത്തോടു കൂടി ആളുകൾ ചെയ്യുന്ന തപസ്സിന്റെ വൃത്തികേടുകളെ കുറിച്ച് ഒരു 2 ശ്ലോകം പറയുന്നുണ്ട്. അതായത് അത് വളരെ ദമ്പത്തോടുകൂടിയും അഹങ്കാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അവർ ശരീരത്തെ വല്ലാതെ പീഡിപ്പിച്ചാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ളവര് ഇങ്ങനെയൊക്കെയുള്ളവര് ആസുര നിശ്ചയത്തോടു കൂടിയവരാണ് എന്ന് 2 ശ്ലോകങ്ങളായിട്ട് പറഞ്ഞു നിർത്തുന്നു. അത് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകേണ്ട കാര്യം അല്ല. അതുകൊണ്ട് നമുക്ക് അവർ മാറ്റിവെക്കാം. പിന്നെ പറയുന്നു, ഈ ഇപ്പം 3 ഗുണങ്ങളുടെ ആസ്പദമാക്കിയാണല്ലോ ശ്രദ്ധയുടെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ആഹാരം, യജ്ഞം, തപസ്, ദാനം, ഈ കാര്യങ്ങളും, യജ്ഞം, ദാനം, തപസ്, ആഹാരവും, ഈ 4 കാര്യങ്ങളും ഇത് നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച്, ഗുണാനുപാതത്തിനനുസരിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതാണ് പറയുന്നത്. 17:7 ശ്ലോകം പറയുന്നു, ആഹാരസ്തു അപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തഥാദാനം തേഷാം ഭേദമിമം ശൃണു. ഈ കാര്യങ്ങൾ ഇത് അവർ തമ്മിലുള്ള വ്യത്യാസം നീ കേട്ടു. ഓരോരുത്തർക്കും ആഹാരം സർവസ്യ ത്രിവിധോ ഭവതി, 3 തരത്തിലാണ് ആഹാരം ഓരോരുത്തർക്കും പ്രിയമാകുന്നത്. അതാണ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, നീ കേട്ടോളൂ. അതുപോലെ തന്നെ യജ്ഞവും തപസ്സും ദാനവും എല്ലാം വ്യത്യസ്തമാണ്. ഈ 3 തരത്തിൽ വ്യത്യസ്തമാണ്. അതും ഞാൻ പറയാം, നീ അത് കേട്ടു. ആഹാരത്തിൻ്റെ കാര്യം പറയുന്നു. സത്വഗുണപ്രധാനന്മാരായിട്ട് ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള ആഹാരമാണ് ഏറ്റവും പ്രിയമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആയു സത്വ ബല ആരോഗ്യ സുഖപ്രീതി വിവർദ്ധനാഹ. ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. സത്വബലം അവനവൻ്റെ ആത്മബലവും ശാരീരിക ബലവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ആരോഗ്യമുണ്ടാക്കാൻ സുഖവും പ്രീതിയും ഒക്കെ തോന്നുന്നതാണ്. അതൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരമാണ് അവർക്ക് ഇഷ്ടം. അത് തന്നെ നല്ല രുചിയുള്ളവയായിരിക്കണം. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കണം. ഒരുപാട് കട്ടിയുള്ള, കടിച്ചു പറിക്കേണ്ട അങ്ങനെയുള്ളതൊന്നുമല്ല. സ്ഥിരാഹൃദ്യ ആഹാര സാത്വിക പ്രിയ, ഹൃദ്യമായിട്ടുള്ള ആഹാരമാണ് അവർക്ക് ഇഷ്ടം. അതാണ് സാത്വികന്മാരായിട്ടുള്ള ആൾക്കാരുടെ ആഹാരത്തിൻ്റെ പ്രത്യേകത. ഇനി രാജസ പ്രധാനനായിട്ടുള്ള രജോ ഗുണപ്രധാനരായിട്ടുള്ളവരുടെ എന്താണ് അവരുടെ ആഹാരത്തിൻ്റെ കടു എന്ന് പറഞ്ഞാൽ കയ്പുള്ളത്, അമ്ല ലവണ അത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന, ദാഹമുണ്ടാക്കുന്നതും രൂക്ഷ രുചിയോടുകൂടിയതും, അതുപോലെ കയ്പോ, അതുപോലെ തന്നെ
നല്ല അമ്ല ഗുണമുള്ളതും ഒക്കെ ആയിട്ടുള്ള ആഹാരമാണ് അവർക്കിഷ്ടം. അത് ദുഃഖവും ശോകവുമൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഇവിടെ 17:9 ശ്ലോകത്തിൽ പറയുന്നത്. ഇനി തമോ ഗുണ പ്രധാനന്മാരായിട്ടുള്ളവരുടെ എങ്ങനെയാണ് അവരുടെ ആഹാരത്തിൻ്റെ പ്രത്യേകത? അവർക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴകിയ ഭക്ഷണം, അതുപോലെ ഉച്ഛിഷ്ടം, അത് തിന്നിട്ട് ബാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് അവർ കഴിക്കും. പിന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളതാണ് മോശമായത്, അതിൻ്റെ രസം മുഴുവൻ പോയത്. യാതയാമം ഗതരസം, പഴയ ഭക്ഷണം, അതാണ് യാതയാമം. ഒരു യാമം കഴിഞ്ഞത്. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമഭിചാമേധ്യം ഭോജനം താമസപ്രിയം. ഇതാണ് താമസം. കാരണം 17:10 തമോ ഗുണപ്രധാനരായിട്ടുള്ളവരുടെ ആഹാരത്തിൻ്റെ പ്രത്യേകത. അവർക്ക് അങ്ങനെയുള്ളത് വളരെ പ്രിയമാണ് എന്നാണ് പറയുന്നത്. ഇനി യജ്ഞത്തെക്കുറിച്ച് പറയുന്നത് 3 തരത്തിലുള്ള ഇതുപോലുള്ള യജ്ഞങ്ങളുണ്ട്. അത് 3 തരത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളത്. സാത്വികമായിട്ടുള്ള യജ്ഞവും അതുപോലെ തന്നെ രാജസവും താമസവും. ആദ്യം സാത്വികമായിട്ടുള്ള യജ്ഞത്തിൻ്റെ കാര്യം പറയുന്നു. 17:11 അഫലാകാംക്ഷിഭിർ യജ്ഞോ വിധിദൃഷ്ടോ യുജ്യതേ യഷ്ടവ്യമേവേതി മന സമാധായ സാത്വികഃ. അതായത് അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു യജ്ഞമാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സാത്വികന്മാർ ഈ തരത്തിലുള്ള യജ്ഞം ചെയ്യുന്ന. ഏത് തരത്തിലുള്ള? അഫലാകാംക്ഷിയായിട്ടുള്ള ആളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ്? ഫലമൊന്നും ഇച്ഛിക്കാതാണ് അയാൾ യജ്ഞം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്യാഗത്തോടു കൂടിയ കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ അഫലാകാംക്ഷിയാണ്. അയാൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുള്ളതല്ല, ലോകത്തിനായിട്ട് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് അയാൾ, ഈ സാത്വികനായിട്ടുള്ള ആളുകൾ ഈ യജ്ഞം ചെയ്യുന്നത്. അതായത് സത്വഗുണപ്രധാനന്മാർ, 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിധിപൂർവമായിട്ടാണ് അവർ യജ്ഞം ചെയ്യുന്നത്. അപ്പം വിധിപൂർവം ചെയ്യണം, ഫലകാംക്ഷയില്ലാതെ ചെയ്യണം, അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യണം. അങ്ങനെയുള്ളതാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള യജ്ഞമാണ്. ഇനി അടുത്തത് രാജസമായിട്ടുള്ള യജ്ഞം. അഭിസന്ധായ തു ഫലം ദംഭാർത്ഥമഭിചൈവയത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. അഭിസന്ധായ തു ഫലം, അത് ഫലം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി. പിന്നെ ദംഭാർത്ഥം, അതായത് തൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചത്തോടു കൂടി ചെയ്യുന്ന കർമ്മം, ചെയ്യുന്ന യജ്ഞം. പിന്നെ അങ്ങനെ ആ 2 കാര്യങ്ങളോടും കൂടി ചെയ്യുന്ന, ഫലം വേണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ കണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വലിയ യജ്ഞമൊക്കെ ചെയ്യുന്നവനാണ് എന്നുള്ള മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്, പൊങ്ങച്ചത്തിൻ്റെ രീതിയിലുള്ള യജ്ഞം. അങ്ങനെയുള്ള യജ്ഞം ചെയ്യുന്നവരാണ് അത് രാജസമായിട്ടുള്ള യജ്ഞമാണ്. ഇനി താമസമായിട്ടുള്ള യജ്ഞം അതെന്താണ്? വിധിഹീനം, അത് വിധിഹീനം അസൃഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം, വിധി അതായത് ശാസ്ത്രവിധി അനുസരിച്ചല്ല ആ യജ്ഞം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ശാസ്ത്രവിധി അനുസരിച്ച്, അതായത് ഏത് കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെയ്യേണ്ടതാണോ ചെയ്യാൻ പാടില്ലാത്താണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രവിധികൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ ഇതിലും അതുപോലെ തന്നെ വേദങ്ങളിലും പറയുന്ന വിധി എന്നർത്ഥം. മന്ത്രഹീനം, മന്ത്രമൊന്നും ചൊല്ലാതെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ദക്ഷിണകളൊന്നും കൊടുക്കുക, അദക്ഷിണം. ശ്രദ്ധാവിരഹിതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഉപേക്ഷയോട് താല്പര്യമൊന്നുമില്ല, വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ആളുകൾ കാണാൻ ചില വീടുകളിൽ ആരെങ്കിലും വിളിച്ചിട്ട് രാമായണം വായിക്കും. രാമായണം വായിക്കുന്നതിന് അവിടെ ഇരുന്ന് വായിക്കാം, മറ്റുള്ള ജോലികളിൽ ഏർപ്പെടും. അതൊരു ശ്രദ്ധാവിരഹിതമായിട്ടുള്ള രാമായണ പാരായണമാണ്. അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ, താല്പര്യമില്ലാതെ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭക്തിയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള യജ്ഞമാണ് താമസമായിട്ടുള്ള യജ്ഞം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി
തപസ്സിനെ കുറിച്ച് യജ്ഞം, തപസ്, ദാനം, ഈ 3 കാര്യങ്ങളും പറഞ്ഞ് ആഹാരം ആദ്യം പറഞ്ഞു. പിന്നെ 4 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇനി തപസ്സിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യം തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ തപസ് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല ആദ്യം പറയുന്നത്. ആദ്യം എന്ന് പറയുന്നത് എന്താണ് 3 തരത്തിലുള്ള തപസ്സുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ആദ്യം പറയുന്നു. അതാണ് ഒന്ന് ശാരീരികമായിട്ടുള്ള തപസ്, പിന്നെ വാഗ്മയമായിട്ടുള്ള തപസ്, പിന്നെ മാനസമായിട്ടുള്ള തപസ്. ഇത് 3 തരത്തിലും തപസ്സുണ്ട്. എന്താണ് ശാരീരികമായിട്ടുള്ള തപസ്? ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്ചതി. ഏതൊക്കെയാണ്? ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ദേവന്മാരെയും ദ്വിജന്മാരെയും, ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും പ്രാജ്ഞന്മാരെയും അറിവുള്ളവരെയും പൂജിക്കുക. ദ്വിജന്മാരെന്ന് ബ്രാഹ്മണരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവർ, അങ്ങനെ പിന്നെ ഗുരുക്കന്മാരും പ്രാജ്ഞന്മാർ, വിവരമുള്ളവർ, വിവേകികളായിട്ടുള്ളവർ, അറിവുള്ളവർ, പിന്നെ അവരെ പൂജിക്കുക. അതാണ് ഒരൈറ്റം. രണ്ടാമത്തെ ശൗചം വേണം, ശുദ്ധി വേണം. മനസ്സിനും ശരീരത്തിനും എല്ലാം പ്രവൃത്തിക്കും എല്ലാം ശുചിത്വം വേണം. ആർജവം, അത് ഏത് ആർജവം തന്നെ. ഇത് 3ഉം തമ്മിലുള്ള ചിന്തിക്കുന്നത് തന്നെ പറയണം, പറയുന്നത് തന്നെ ചെയ്യണം. അതാണ് ആർജവം. ബ്രഹ്മചര്യം പാലിക്കണം. അഹിംസ, ആരെയും ദ്രോഹിക്കരുത്, ഹിംസ ചെയ്യരുത്. അങ്ങനെയുള്ളതാണ് ഈ കാര്യങ്ങളാണ് ശാരീരികമായിട്ടുള്ള തപസ്. ഇനി വാങ്മയമായിട്ടുള്ള തപസ് എന്താണ്? അനുദ്വേഗകരം വാക്യം, സത്യം പ്രിയഹിതം ചെയ്യത്, സ്വാധ്യായ അഭ്യസനം ചെയ്യുക, വാഗ്മയം തപ ഉച്ചതേ. എന്താണ് അനുദ്വേഗം? ആർക്കും ഈ ക്ഷോഭമുണ്ടാക്കാത്തതല്ലേ, വിക്ഷോഭം, ജനങ്ങൾക്ക് ക്ഷോഭമുണ്ടാക്കാത്ത തരത്തിലുള്ള വാക്യങ്ങൾ പറയുക. അതുപോലെ തന്നെ അതുമാത്രമല്ല, സത്യം പറയുക, പ്രിയമായിട്ടുള്ളത് പറയുക, അവന് ഹിതമായിട്ടുള്ളത് പറയുക. പ്രിയവും ഹിതവും രണ്ടും രണ്ടാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുന്നത് മാത്രം പറയും. ഹിതമായിട്ടുള്ളവർ എന്നുവെച്ചാൽ അവന് ഗുണം ചെയ്യുന്ന, അവനെ ദോഷപ്പെടുത്താത്ത കാര്യങ്ങൾ, അതാണ് പറയേണ്ടത്. പ്രിയം, ഹിതം, അതുപോലെ തന്നെ സത്യം, ഈ കാര്യങ്ങൾ വേണം പറയാൻ. ഉദ്വേഗകരമായിരിക്കരുത്, ഉദ്വേഗമുണ്ടാക്കുന്നതായിരിക്കരുത്. അതുപോലെ സ്വാധ്യായ അഭ്യസനം, അതായത് ഈ വേദപാഠങ്ങൾ ചൊല്ലി പഠിക്കുന്ന പരിപാടി, അതും വേണം. ഇതൊക്കെ വാങ്മയം തപസ്. ഇതൊക്കെ ചെയ്യുന്നതിനാണ് വാങ്മയം തപസ് എന്ന് പറയുന്നത്. ഇനി മാനസികമായിട്ടുള്ള തപസ് എന്താണ്? മനസ്സുകൊണ്ട് ചെയ്യുന്ന മനഃപ്രസാദ സൗമ്യത്വം. മനസ്സിനെപ്പോഴും നല്ല പ്രസാദത്തോടുകൂടി ഇരിക്കുക. സൗമ്യമായിട്ടുള്ള ചിന്ത വേണം. അതുപോലെ തന്നെ ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ആർജവം. നേരത്തെ മൗനമാത്മവിനിഗ്രഹ, ആവശ്യമില്ലാത്തടത്ത് വർത്തമാനം പറയാതിരിക്കുക, അതാണ് മൗനം. ആത്മവിനിഗ്രഹ, ആത്മനിയന്ത്രണം വേണം. ഭാവസംശുദ്ധി ഇത് ഏതത് തപോ മാനസമുച്ചു. ഭാവസംശുദ്ധി, നമ്മുടെ എപ്പോഴും ഒരു ശുദ്ധമായ ഭാവത്തോടു കൂടി ഇരിക്കുക, അല്ലാതെ ദേഷ്യപ്പെട്ടും അതുപോലെ തന്നെ ക്രൗര്യഭാവത്തോടുകൂടിയും അല്ലെങ്കിൽ ദീനഭാവത്തോടുകൂടി ഇരിക്കുക. ശുദ്ധമായ ഭാവത്തോടു കൂടി ഇരിക്കുക. അതാണ് ഇതൊക്കെയാണ് മാനസമായിട്ടുള്ള തപസ്. ഇനി ഈ 3 തരത്തിലുള്ള തപസ് ഏതെല്ലാം രീതിയിൽ ചെയ്യും? ഇപ്പോൾ 3 രീതിയിൽ ചെയ്യും. ആ 3 രീതിയിൽ ചെയ്യപ്പെടുന്നതിന് അതിനാണ് സാത്വികമായിട്ടുള്ളതും രാജസമായിട്ടുള്ളതും താമസമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. ഇനി അത് നോക്കാം. അത് ഇനി പറയുന്നത് 17, 14, 14, 15, 16. ഇതാണ് 17, 14, 15, 16 തപസ്സുകളുടെ ശാരീരികം, മാനസികം, വാങ്മയം, മാനസികം, അങ്ങനെ 3 തരത്തിലുള്ള തപസ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ 3 തപസ് ഏതായാലും ശരി, അത് എങ്ങനെ അനുഷ്ഠിക്കുന്നു അതിന് നോക്കിയാണ് സാത്വികം, രാജസം, അതുപോലെ തന്നെ താമസം എന്ന വിഭജനം വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർയുക്തൈഹി സാത്വികം പരിചക്ഷതി. സാത്വികം എന്നൊരു ഈ 3
തപസ്സായാലും ശരി, ശ്രദ്ധയാ പരയാ തപ്തം, വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടു, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഈ 3 തരത്തിലുള്ള തപസ്സുകളും ആരാൽ ചെയ്യപ്പെടണം? അഫലാകാംക്ഷ യുക്തൈ, ഫലം കാക്ഷിക്കാത്ത ആളുകൾ, യോഗയുക്തനായിട്ടുള്ള ആളുകൾ, അവരാൽ ചെയ്യപ്പെടുന്ന തപസ്സാണ് സാത്വികം തപസ്. വളരെ ശ്രദ്ധയോടുകൂടി ഫലകാംക്ഷയില്ലാതെ യോഗയുക്തനായിട്ട് ചെയ്യുന്ന തപസ്സാണ് സാത്വികമായിട്ടുള്ള തപസ്. ഇനി സത്കാരമാന പൂജാർത്ഥം 18. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ഈ സത്കാരമാന പൂജ, തന്നെ ആൾക്കാർ പൂജിക്കണം, എന്നെ സത്കരിക്കണം, അതായത് മാനിക്കണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ചെയ്യുന്ന തപസ്, പൊങ്ങച്ചത്തോടുകൂടി ചെയ്യുന്നത്. അതായത് സത്കാരമാന പൂജാർത്ഥം തപോ ദംഭേന, അതാണ് ഈ പൊങ്ങച്ച, ഹിപ്പോക്രസിയാണ്. ഹിപ്പോക്രസിയോടുകൂടി ചെയ്യുന്ന, കാരണം താൻ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന തപസ്. അങ്ങനെ ചെയ്യുന്ന തപസ് എന്ന് പറഞ്ഞാൽ രാജസമാണ്. ഇനി താമസമായിട്ടുള്ള തപസ് എന്താണ്? മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ യത് തത് താമസമുദാഹൃതം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത് താമസമുദാഹൃതം. അതായത് ഏതെങ്കിലും തെറ്റായ ധാരണയോടുകൂടി ചെയ്യുന്ന തപസ്, അതും ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന തപസ്, അങ്ങനെയുള്ള തപസ്സുകളെല്ലാം തപസ്സാണ്, താമസമായിട്ടുള്ള തപസ്സാണ്. മൂഢഗ്രാഹേണ, അത് തെറ്റായ ധാരണകൾ ഉള്ളിൽ വെച്ചുകൊണ്ട്, പീഡയാ ക്രിയതേ തപഃ, പീഡയോടുകൂടി നമ്മളെ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്, പരസ്യോത്സാദനാർത്ഥം മറ്റുള്ളവർ നശിച്ചു പോകണമെന്നുള്ള രീതിയിൽ ചെയ്യുന്ന തപസ്, അതൊക്കെ താമസം തപസ് എന്നാണ് പറയുന്നത്. ഇനി ദാനത്തെക്കുറിച്ചാണ്. ദാനത്തെക്കുറിച്ച് 17-20 പറയുന്നത്. 20, 21, 22 3 ശ്ലോകങ്ങളിലായിട്ട് ദാനത്തെക്കുറിച്ച് പറയുന്നു. ദാനത്തെക്കുറിച്ച് നമ്മൾ 16-ാം അധ്യായത്തിൽ ദൈവിക സമ്പത്തോടു കൂടിയ ആൾക്കാരുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ദാനത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതൊന്ന് എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. ദാതവ്യമിതി, അതുമല്ല അതിൽ സാത്വികമായിട്ടുള്ള ദാനം എന്താണ് എന്നാണ് ഈ 17-20 ശ്ലോകത്തിൽ പറയുന്നത്. അത് ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യമിതി യദ്ദാനം, ഇത് ഞാൻ കൊടുക്കേണ്ടതാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി കൊടുക്കുന്ന ദാനം. ദീയതേ അനുപകാരിണേ, തനിക്ക് ഉപകാരമൊന്നും ചെയ്യാത്ത ഒരാളിന് കൊടുക്കുന്ന, അല്ല ഉപകാരം ചെയ്യുന്ന ആളിന് ഒരു പ്രത്യേക ഉപകാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച, അതായത് ശരിയായ സമയത്തും അതുപോലെ തന്നെ ശരിയായ സ്ഥലത്തും വെച്ച് ശരിയായ ആളുകൾക്ക് കൊടുക്കുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം. ഇതാണ് സാത്വികമായിട്ടുള്ള ദാനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി രാജസമായിട്ടുള്ള ദാനം എന്താണ്? യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യവാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. യത്തു പ്രത്യുപകാരാർത്ഥം, പ്രത്യുപകാരം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കൊടുക്കുന്നത്. ഫലമുദ്ദിശ്യവാ പുനഃ, പിന്നെ അതിൻ്റെ പുറത്ത് ഫലവും കൂടെ വേണം. തനിക്ക് അതുകൊണ്ട് ചില കാര്യങ്ങൾ നേടാനുണ്ട്, അങ്ങനെ അതും കൂടെ വേണം. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പരിപാടികൾ, അല്ലെങ്കിൽ വേറെ ചില നന്മമരങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്, അവർക്ക് പേരും പ്രശസ്തിയൊക്കെ വേണം, അതിന് വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഈ ദാനം സ്വീകരിക്കുന്നവരിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകണം. അതാണ് പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യവാ പുനഃ ദീയതേച്ച പരിക്ലിഷ്ടം. നല്ല മനസ്സോടുകൂടിയൊന്നും അല്ല കൊടുക്കുന്നത്,
പിന്നെ അത് അങ്ങ് കൊടുക്കുകയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള വേണമെന്ന് ദാതവ്യമതിയദ്ദാനം അതല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് സാത്വിക ദാനം എന്ന് പറയുന്നത് കൊടുക്കേണ്ടതാണെന്നുള്ള ഉത്തമ ബോധത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ദീയതേച്ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. രാജസമായ ദാനം എന്ന് പറയുന്നത് അതാണ്. ഇനി താമസമായിട്ടുള്ള ദാനം അതേതാണ്? അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. അദേശകാല, അതായത് ശരിയായ ദേശത്തും കാലത്തുമല്ലാതെ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ, ഈ കൊടുക്കണ്ടാത്തവർ കൊടുക്കുക, കൊടുക്കണ്ടാത്തവർക്ക് കൊടുക്കുക. കൊടുക്കേണ്ട ദേശത്തും കാലത്തുമല്ലാതെ കൊടുക്കണ്ടാത്തവർക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ആകെ ഒരു ഒരു മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ദാനം ചെയ്യുന്ന രീതിയാണ്. അത് വേണ്ട സമയത്തല്ല കൊടുക്കുന്നത്, വേണ്ട സ്ഥലത്ത് വെച്ചല്ല കൊടുക്കുന്നത്, അത് വേണ്ട ആളുകൾക്കല്ല കൊടുക്കുന്നത്. അങ്ങനെയുള്ള ദാനമാണ് അത് താമസദാനമാണ് എന്ന് പറയും. പിന്നെ അത് മാത്രമല്ല അസത്കൃതം അവജ്ഞാതം. അവർക്ക് ഇപ്പൊ ദാനം കൊടുക്കുമ്പോൾ ആ ദാനം സ്വീകരിക്കുന്നവർക്ക് വിനയത്തോടുകൂടി നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കൊരു എന്താണ് ഞാൻ ഒരു ചെറിയ ആളാണെന്നൊരു തോന്നലുണ്ടാകരുത്. ആ തോന്നലുണ്ടാക്കുന്നുണ്ട് ഇന്ന് വാട ഇങ്ങോട്ട് പോവാ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു അവജ്ഞയോടുകൂടി കൊടുക്കരുത്. അസത്കൃതം അവജ്ഞാതം താമസം ഉദാഹൃതം. ഈ ദാനം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. തൈത്തിരീയ ഉപനിഷത്തില് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഗുരുദേവോ ഭവ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പറഞ്ഞു വരുന്ന, അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുരുകുലം വിട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ശിഷ്യന്മാർക്ക് ഗുരു നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെയാണ് ഇത് നിങ്ങൾക്കുള്ള സ്വത്തുകളിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ആരും അറിയാതെ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ലജ്ജയോട് കൊടുക്കണം. എന്ന് വെച്ചാൽ വളരെ തനിക്ക് ഒരു കൊടുക്കുന്നതിനകത്ത് തനിക്ക് ഒരു മേന്മ വേണ്ട എന്നുള്ള രീതിയിലാണ് ആരും അറിയാതെ കൊടുക്കുന്നതിനാണ്. അതുപോലെ തന്നെ തനിക്കുള്ള സ്വത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് പിന്നെ ഒരു വളരെ ഭക്തിയോടുകൂടി കൊടുക്കണം. ഇതാണ് അതിനകത്ത് പറയുന്നത്. അതുപോലാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അതൊന്നും അല്ല. നമ്മള് ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തിക്കുണ്ട്. ഇപ്പൊ 500 രൂപ കൊടുക്കാൻ വേണ്ടി 5000 രൂപയുടെ പബ്ലിസിറ്റി ചിലപ്പം കൊടുക്കും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസം ഉദാഹൃതം. അതാണ് താമസമായിട്ടുള്ള ദാനം. ഇനി ഈ ഇപ്പൊ 4 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യം ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം പറയുന്ന ആഹാരം, പിന്നെ യജ്ഞം, തപസ്, ദാനം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാണ്, അതെല്ലാം ഏതെല്ലാമാണ് താമസമായിട്ടുള്ളത്, രാജസമായിട്ടുള്ളത്, സാത്വികമായിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്ന ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുര. ഓം തത് സത്, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് 3 ബ്രഹ്മത്തിന്റെ വിശേഷണ പദങ്ങളാണ്. അത് ബ്രഹ്മത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ബ്രഹ്മത്തിന്റെ സൂചികകളാണ് അത് 3. ഓം തത് സത്. ഇത് പണ്ട് ഇത് ബ്രാഹ്മണന്മാരെയും വേദങ്ങളെയും യജ്ഞങ്ങളെയൊക്കെ പരാമർശിക്കാനും ഈ ഓം തത് സത് എന്ന 3 വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് ഇവിടെ പറയുന്നു. പുരാ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വീതാ പുരാ. പണ്ട് ഇതിനും ഉപയോഗിച്ചിരുന്നു. ഇനി ഓരോ സന്ദർഭങ്ങളിൽ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് വിവരിക്കുന്നത്. യജ്ഞദാന ബ്രഹ്മവാദികളായിട്ടുള്ളവർ യജ്ഞദാന തപക്രിയകൾ ചെയ്യുന്നതിൽ ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് 17:24 പറയുന്നത്. ഇനി മോക്ഷകാംക്ഷികളായിട്ടുള്ളവർ തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം
ചെയ്യുന്നത്. യജ്ഞദാന തപക്രിയകൾ എല്ലാം ചെയ്യുന്നത് ആ ഫലം ഇച്ഛിച്ചുകൊണ്ട് അവർ അനഭയസന്ധ, ഫലം ഇച്ഛിക്കാതെ, ഫലം ഉദ്ദേശിക്കാതെ അവർ മോക്ഷകാംക്ഷികളായിട്ടുള്ള ഇതെല്ലാം ചെയ്യും. തദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുക. തത്. ഇനി സത്ത് എന്ന ശബ്ദം ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നല്ല കർമ്മങ്ങളിൽ നമ്മൾ സത്കർമ്മം എന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ്. സദ്ഭാവേ സാധുഭാവേ ച സതിഥി ഏതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥയുജ്യതേ. സദ്ഭാവേ, നല്ല ഭാവത്തിൽ, അത് സത്ത് എന്നുള്ള വാക്ക് നല്ലതെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. നല്ല കർമ്മങ്ങളെ നമ്മൾ സത്കർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ വലിയ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് പറഞ്ഞു ഒരു അശ്രദ്ധയോടുകൂടി തപസ്സോ ദാനമോ അതുപോലെ തന്നെ യജ്ഞമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അസദ് എന്നാണ് പറയുന്നത്. അശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. അത് താല്പര്യമില്ലാതെ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന യജ്ഞം, ദാനം, തപസ് ഇതെല്ലാം അറിയപ്പെടുന്ന അസത് എന്നാണ്. ഈ അസത്ത് ചെയ്യുന്നത് കൊണ്ട് ഇവിടെയും ഒരു ഗുണമില്ല, ഇനി വരും ലോകത്തും ഒരു ഗുണവും കിട്ടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 28 ശ്ലോകങ്ങളുള്ള 17-ാം അധ്യായം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക്, 18-ാം അധ്യായത്തിലേക്ക്. ഗീതയിലെ 18-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗീതയിലെ ഏറ്റവും വലിയ അധ്യായവും അത് തന്നെയാണ്. 78 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അത് കാണാം. നന്ദി, നമസ്കാരം.